ഈ മഹാഭാരതം എന്താ? ഒരു ധർമ്മശാസ്ത്രം, ധർമ്മസ്മൃതിയാണ്. അപ്പം മഹാഭാരതത്തിൽ ഏത് രംഗം വായിക്കുമ്പോഴും, ഏത് പ്രവൃത്തി നമ്മൾ വിവരണം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ആ ധർമ്മബോധം വരണം. അപ്പോൾ ധൃതരാഷ്ട്രൻ കൊടുക്കണു ആ സത്കാരത്തിൻ്റെ ഒരു രൂപരേഖ വരച്ചു. അതിന് വിതുരൻ പറയുക, രൂപരേഖയൊക്കെ നന്നായി, പക്ഷേ ധൃതരാഷ്ട്രൻ്റെ മനസ്സെങ്ങനെയാണെന്നാണ് പറയണത്. അത് ആരാ പറയുക ആധികാരികമായി? വിതുരൻ തന്നെ പറയുള്ളൂ. വിതുരനറിയാം, ചെറുപ്പം മുതൽക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഈ കുരുടൻ്റെ ഉള്ളിലെന്താന്നുള്ളത് കുരുടൻ അറിയുന്നതിനേക്കാൾ അറിയാം ആർക്ക്? വിതുരന്. സദൈവ ഭാവിതോ ലോകോ ഗുണൗഹൈസ്തവ പാർത്ഥിവ ഗുണാനാം രക്ഷണേ നിത്യം പ്രയതസ്വ സബാന്ധവഃ. സദൈവ ഭാവിതോ ലോകോ ഗുണൗഹൈസ്തവ പാർത്ഥിവ. ധൃതരാഷ്ട്ര, അങ്ങ് മഹാരാജാവാണ്. ഞാനിതിനു മുമ്പ് പറഞ്ഞല്ലോ. എന്തു പറഞ്ഞു? യഥാ രാജാ തഥാ പ്രജ. ഒരു രാജാവ് ഏത് തരത്തിലുള്ള ഭരണം കാഴ്ചവെക്കുന്നുവോ, മാതിരിയുള്ള സ്വഭാവം, ശുദ്ധത പ്രകടമാക്കുന്നുവോ, അതനുസരിച്ചാണ് ലോകത്തിലെ അദ്ദേഹം ഭരിക്കുന്ന പ്രജകളിലും മനസ്ഥിതി രൂപപ്പെടുക. രാജാവ് കളവും ചതിയും കാണിച്ചാൽ വഴി കൂടി പോകുന്ന എല്ലാവർക്കും അങ്ങാടി പാട്ടായി അതുപോലെ കാണിക്കാൻ. രാജാവ് ഒന്ന് ചെയ്താൽ മറ്റുള്ളവർ 10 100 ചെയ്യും. ആ രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു മോഡലായിരിക്കണം. അപ്പം അങ്ങ് എന്ത് വേണം? സദൈവ ഭാവിതോ ലോകോ ഗുണൗഹൈസ്തവ പാർത്ഥിവ. അങ്ങനെയുള്ള ഗുണങ്ങൾ, മൂല്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, നന്മ, ആന്തരമായി മനസ്സിനെ അലങ്കരിക്കുന്ന ധന്യത, ആ ഭൂഷണങ്ങൾ, അതുകൊണ്ടാണ് ഈ ലോകം നന്നാവുന്നത്. ഗുണാനാം രക്ഷണേ നിത്യം പ്രയതസ്വ സബാന്ധവഃ. ഈ ഗുണമൂല്യങ്ങളെ വേണ്ടതുപോലെ രക്ഷിച്ച് തൻ്റെ മനസ്സിലും തൻ്റെ വാക്കിലും തൻ്റെ പ്രവൃത്തിയിലുമെല്ലാം അതിന് വേണ്ട സ്ഥാനം കൊടുത്ത് ആ ഗുണസമന്വിതനായി കഴിയാൻ വേണ്ടി അങ്ങ് പരിശ്രമിക്കണം, പ്രയത്നിക്കണം. അങ്ങ് ഇതൊക്കെ പറഞ്ഞാലും, കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ അതേ പ്രകാരം അത് സമ്മതം മൂളാൻ തയ്യാറില്ല. അങ്ങൊക്കെ പറഞ്ഞോളൂ. നതുത്വം ധർമ്മമുദ്ദിശ്യ തസ്യ വാ പ്രിയകാരണാത് ഏതദ്ദിത്സസി കൃഷ്ണായ സത്യേന ആത്മാനം ആലഭേത്. അങ്ങ് പറയണതൊക്കെ കേട്ടു. അങ്ങേ എനിക്ക് നല്ലോണം അറിയുകയും ചെയ്യാം. എനിക്ക് എന്താ പറയാനുള്ളതെന്നറിയോ? അങ്ങ് ഇതൊക്കെ കൊടുക്കാം എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് പറയുന്നുണ്ടല്ലോ. നതു ത്വം ധർമ്മമുദ്ദിശ്യ. കൃഷ്ണൻ വരുന്നുണ്ട് പാണ്ഡവപക്ഷത്തിൽ നിന്ന്. അദ്ദേഹത്തിന് വേണ്ടതുപോലെ എതിരേൽക്കേണ്ടത് എങ്ങനെയോ ധർമ്മോചിതമായി ആ ധർമ്മപ്രകാരം നമ്മൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലല്ല അങ്ങ് ഈ പറയുന്നത്. അങ്ങ് ഈ ചെയ്യുന്നതിൽ ധർമ്മത്തിൻ്റെ ഒരു കണിക പോലുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി കൃഷ്ണന് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, പ്രിയമായിട്ട് ചെയ്യണം എന്നൊരു വിചാരമുണ്ടോ? അതുമില്ല. കൃഷ്ണനെ സന്തോഷിപ്പിക്കാനോ ധർമാനുസൃതം പെരുമാറാനോ രണ്ടിനും വേണ്ടിയിട്ടല്ല അങ്ങ് ചെയ്യുന്നത്. ധർമാനുസൃതം പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വരവും ഈ സംസാരവും ഈ തയ്യാറെടുപ്പും വേണ്ടി വരുമോ? ഇന്ന് ഇവരെ നടന്ന കാര്യങ്ങൾ എങ്ങനെയാ? എല്ലാ കാര്യത്തിലും അങ്ങയുടെ മൂളിലുണ്ടായിട്ടല്ലേ ദുര്യോധനൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അങ്ങയുടെ മുൻപിൽ വന്നും കരയും, കുറെ വേദനിപ്പിക്കും, സംസാരിക്കും. ഇങ്ങനെ ഒരു അച്ഛനും മകനായല്ലോ ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മനസ്സ് ഉരുകുകയായി. കരിങ്കല്ല് ഉരുകാത്ത പോലെ നല്ല പോലെ ഉരുകും, വെണ്ണയേക്കാളും ഉരുകും. അങ്ങനെ ഓരോന്നിനും ചൂത് കളിക്കാൻ അങ്ങയുടെ സമ്മതമല്ലേ ഉണ്ടായിരുന്നത്? രണ്ടാമത് ചൂത് കളിക്കാനോ, കാട്ടിലേക്ക് പറഞ്ഞയക്കാനോ, അജ്ഞാതവാസത്തിൽ നയിക്കാനോ, സർവ്വകാര്യങ്ങൾക്കും ദുര്യോധനൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ അതിന് മുഴുവൻ അങ്ങ് സമ്മതം മൂളിയിട്ടല്ലേ ഉള്ളൂ. സമ്മതം മൂളാതെ വല്ല കാര്യവും ഇവിടെ നടക്കുമോ? നതു ത്വം ധർമ്മമുദ്ദിശ്യ തസ്യ വാ പ്രിയകാരണാത്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ മനസ്സിന് അനുഗുണമായിട്ടുള്ള ഒരു പ്രവൃത്തിയാവണം. ആർക്ക് വേണ്ടി ചെയ്യണോ അവർക്ക് പ്രീതികരമാവണം. ഇവിടെ കൃഷ്ണപ്രീതിയില്ല അങ്ങയുടെ മനസ്സിൽ പ്രമാണമായി. ധർമ്മം അനുസരിക്കുക, ധർമാനുസരണവുമില്ല. ഏതദ്ദിത്സസി കൃഷ്ണായ സത്യേന ആത്മാനമാലഭേത്. ഞാൻ എന്നെ തന്നെ തൊട്ട് സത്യം ചെയ്യാണ്, എൻ്റെ ധൃതരാഷ്ട്ര, അങ്ങയുടെ മനസ്സ് തീരെ ശരിയല്ല. ഈ കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് വെറും വാക്കാണ്, പൂച്ചാണ്. മനസ്സിൽ കൊടുക്കാനുള്ള ഒരു വിചാരവും അങ്ങയ്ക്കില്ല. മായൈഷാ സത്യമേവൈതത് ഛദ്മഹീതത് ഭൂരിദക്ഷിണ ജാനാമി ത്വന്മതം രാജൻ ഗൂഢം ബാഹ്യേന കർമ്മണ.
മായൈഷാ സത്യമേവ ഇതത്. ഈ കാണിക്കുന്നത് മുഴുവൻ ഒരു മായയാണ്, ഒരു പ്രഹസനം, പ്രദർശനം. അല്ലാതെ ഇത് സത്യത്തിൽ അങ്ങയുടെ മനസ്സിൽ കൃഷ്ണൻ വരുന്നതിൽ എനിക്ക് സന്തോഷം. അയ്യോ, കൃഷ്ണ പരമാത്മാവ് വരുന്നുണ്ടല്ലോ, നമ്മുടെ രാജധാനി പുനിതമായി, പവിത്രമായി, ധന്യമായി, നമ്മൾക്കൊക്കെ ഒരു അനുഗ്രഹമായി, നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ഒന്ന് തീർത്ത് ചർച്ച ചെയ്ത്, ദുര്യോധനൻ ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ല, ആ കേൾക്കാത്ത ദുര്യോധനെ കൃഷ്ണൻ വരുമ്പോഴെങ്കിലും ഒന്ന് കേൾപ്പിക്കാൻ പറ്റിയ തരത്തിൽ സംസാരിക്കാം, അങ്ങനെയുള്ള വിചാരങ്ങളൊന്നുമല്ല അങ്ങക്ക്. ഈ കാണുന്നത് മുഴുവൻ വെറും കാപട്യം, വേഷം, പൂച്ച്, പൗഡർ പൂശാണത് മുഴുവനും. ഭൂരിദക്ഷിണ ജാനാമി ത്വന്മതം രാജൻ. അങ്ങയുടെ മനസ്സിലുള്ള ഇരിപ്പ് എനിക്കറിയാം. ഗൂഢം ബാഹ്യേന കർമ്മണ. ഈ പുറത്തുള്ള കർമ്മങ്ങൾ ഒന്ന് വേറെ. ധൃതരാഷ്ട്രൻ്റെ മനസ്സ് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ്. പഞ്ചപഞ്ചൈവ ലിപ്സന്തി ഗ്രാമകാൻ പാണ്ഡവാൻ നൃപ നച ദിത്സസി തേഭ്യസ്ഥാൻ തച്ഛമം ന കരിഷ്യസി. കൃഷ്ണൻ വരുന്നത് എന്തിനാ? പാണ്ഡവന്മാരുടെ ദൂതനായിട്ട് വരുന്നത്. നമ്മളായിട്ടൊരു സന്ധി സംഭാഷണം നടത്തി അവസാനം സമാധാനത്തോടുകൂടി രണ്ടുപേരും സഹവർത്തിത്വത്തോടു കൂടി ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അവരിവിടെ വരേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും സമർത്ഥനായ ഒരു പുരുഷനാണ് ശ്രീകൃഷ്ണൻ കൃഷ്ണനെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഉദ്ദേശം. ആ ഉദ്ദേശം അങ്ങ് ഈ പറയുന്ന സത്കാരമൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നണത് എന്താ? പഞ്ചപഞ്ചൈവ ലിപ്സന്തി ഗ്രാമകാൻ പാണ്ഡവാൻ നൃപ. പഞ്ചപഞ്ചൈവ ലിപ്സന്തി ഗ്രാമകാൻ പാണ്ഡവാൻ നൃപ. അവർ ചോദിക്കുന്നു എന്ത്? 5 ഗ്രാമം തന്നാൽ മതി. ആ 5 ഗ്രാമങ്ങൾ കൊടുക്കാൻ നച ദിസ്സസി തേഭ്യസ്ഥാൻ. ആ 5 ഗ്രാമം കൊടുക്കില്ല എന്നല്ലേ സഞ്ജയൻ ദൂതിന് വന്നപ്പോൾ പറഞ്ഞയച്ചത്? ആ 5 ഗ്രാമം കൊടുക്കാത്ത ധൃതരാഷ്ട്ര മഹാരാജാവാണോ തൻ്റെ കയ്യിലുള്ള രത്നങ്ങളും ഈ സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് കൃഷ്ണനെ സത്കരിക്കുന്നത്? ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ ഇത് ഒരേ രാജാവല്ലേ ചെയ്യുന്നത്, ഒരേ മനുഷ്യനല്ലേ? 5 ഗ്രാമം പോലും കൊടുക്കാൻ തയ്യാറില്ലാത്തൊരു മനുഷ്യൻ ഈ ദൂതുമായി വരുന്ന കൃഷ്ണനെ ഇങ്ങനെ ആകാശത്തോളം വലിപ്പത്തോടു കൂടി സത്കരിച്ചാൽ ആ സത്കാരം പൊള്ള എന്നല്ലാതെ വേറെ എന്താ പറയുക? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനുഷ്യൻ്റെ മനസ്സിനെ തൊലിയുരിച്ച് ഉദ്ബോധിപ്പിക്കുക. വിതുരന് പറയാൻ ഒരു മടിയില്ല. നമ്മൾ കേൾക്കാൻ തയ്യാറായിരിക്കണം. ഇപ്പം അച്ഛൻ്റെ തന്നെ മനസ്സിലിരിപ്പ് ശരിയല്ലെങ്കിൽ മകനോ ഭാര്യയോ ആരെങ്കിലും അത് ചൂണ്ടിക്കാട്ടിയാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളെ ആർക്കാ അടുത്തറിയുക? അടുത്തുള്ളവർക്കേ പറയുള്ളൂ. സാധാരണ ഒരു പറച്ചിലുണ്ട്, അടുത്തുള്ള ആൾക്ക് രാത്രിയുള്ള പനി മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന്. കൂടെ ഉറങ്ങിയാലേ രാപ്പനി മനസ്സിലാവുള്ളൂ എന്ന്. അപ്പം നിങ്ങളെ പറ്റിയിട്ടൊരു അഭിപ്രായം പുറമേ ഉള്ളവർക്ക് ആയിന്ന് വരില്ല, അടുത്തുള്ളവർക്കേ അറിയുള്ളൂ. പഞ്ചപഞ്ചൈവ ലിപ്സന്തി ഗ്രാമകാൻ പാണ്ഡവാൻ നൃപ. അവർക്ക് ആവശ്യം വെറും 5 ഗ്രാമമാണ്. ഞങ്ങൾ അതുകൊണ്ട് സന്തോഷിച്ചോളാം. അപ്പം അവരുടെ മനസ്സിൽ നല്ല വിചാരമുണ്ട്. എന്ത്? എത്ര തന്നെ ഞങ്ങളെ ദ്രോഹിച്ചാലും, ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നിറഞ്ഞ സദസ്സിൽ വെച്ച് നടത്തിയാലും അതൊക്കെ ഞങ്ങൾ മറക്കാം. കുടുംബകലഹം എന്ന് പറഞ്ഞു വിടാം. 5 ഗ്രാമം കിട്ടിയാൽ സമാധാനമായിട്ട് സന്തോഷിച്ചോളാം എന്ന് പറഞ്ഞു. അതും കൂടി കൊടുക്കാൻ തയ്യാറാവാത്ത നച ദിത്സസി തേഭ്യസ്ഥാൻ. ആർക്കാണ് ഈ കൊടുക്കില്ല എന്ന് പറഞ്ഞത്? അങ്ങയുടെ തന്നെ സഹോദരൻ്റെ പുത്രന്മാർക്ക്, സഹോദരപുത്രന്മാർക്കാണ് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. ഇപ്പുറത്ത് തനിക്ക് രക്തത്തിലുണ്ടായത്, അവിടെ സഹോദരനുണ്ടായത്. അവർക്ക് വരുമ്പോൾ 5 ഗ്രാമം കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു രാജമനസ്സാണോ ഈ രത്നങ്ങളും കാര്യങ്ങളുമൊക്കെ കാഴ്ചവെച്ച് കൃഷ്ണനെ തൃപ്തിപ്പെടുത്തണം, ഇഷ്ടമുള്ളത് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അങ്ങനെ വല്ല വിധവും കൃഷ്ണനെ തട്ടിമുട്ടി പറഞ്ഞയച്ച് 5 ഗ്രാമവും കൂടി കൊടുക്കാതെ അവരെ പെരുവഴിയിലാക്കി തെണ്ടിക്കണമെന്ന് തന്നെ അങ്ങയുടെ വിചാരം. നചദിസ്സസി തേഭ്യസ്ഥാൻ തച്ഛമം ന കരിഷ്യസി. ആ ആളോട് കൂടിയിട്ടാണോ പിന്നെ സന്ധി, സമാധാനം, സൗഹാർദ്ദം എന്ന് പറയുന്നത്? അർത്ഥേന തു മഹാബാഹും വാർഷ്ണേയം ത്വം ജിഹീർഷസി അനേന ചാപ്യുപായേന പാണ്ഡവേഭ്യോ ബിഭേസ്യസി. നോക്കൂ, നിങ്ങളിത് മനസ്സിലാക്കണം. മനുഷ്യൻ്റെ മനസ്സ് പണിയുന്ന ദുരിതമാണിത് മുഴുവനും. എന്താ ചെയ്യുക? നമ്മുടെ കയ്യിലൊരു ക്യാമറയില്ല ആ മനസ്സിനെ പടം പിടിച്ചെടുക്കാൻ.
കല്യാണം കഴിച്ച ഭാര്യയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഭർത്താവിന് പറയാൻ പറ്റില്ല. ഭർത്താവിൻ്റെ മനസ്സ് ഭാര്യയ്ക്ക് അറിയില്ല. മക്കളുടെ മനസ്സ് അച്ഛനമ്മമാർക്കറിയില്ല. അച്ഛനമ്മമാരുടെ മനസ്സ് മക്കൾക്കറിയില്ല. സുഹൃത്തുക്കളുടെ മനസ്സ് പോലും പറഞ്ഞാലറിയാം എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല മനസ്സറിയാൻ. തോട്ട് റീഡിങ് എന്നൊക്കെ പറയാറുണ്ട് മനുഷ്യർ. മനസ്സിനെ അറിയാൻ ഒരാളുമില്ല, അവരവർ തന്നെ പറയണം. ചോദിക്കുമ്പോൾ ചോദ്യം, ഇപ്പോൾ പല കള്ളന്മാരെ പിടിച്ച് ചോദ്യം ചെയ്യാൻ പോലീസുകാർ വിളിക്കുന്നു. എന്നിട്ട് അവരുടെ ചോദ്യത്തിന് മറുപടിയായി തന്നെ വേണം നമ്മൾ ചെയ്ത കാര്യം ഇന്നതാണെന്ന് പറയാൻ. ഞാൻ പറയണത് കേൾക്കൂ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം. എൻ്റെ അഭിപ്രായമോ എൻ്റെ നിരീക്ഷണമോ എൻ്റെ നിരൂപണമോ അല്ലേ ആവശ്യപ്പെട്ടത്. അർത്ഥേന തു മഹാബാഹും വാർഷ്ണേയം ത്വം ജിഹീർഷസി. അങ്ങയുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? നമ്മുടെ കയ്യിലുള്ള പണവും സമ്പത്തും സത്കാരവും പൂജയും ആദരവും ഒക്കെ കാഴ്ചവെച്ച് വാർഷ്ണേയനെ കയ്യിലാക്കാനുള്ള ഒരു പുറപ്പാടാണിത്. കൃഷ്ണനെ ദുര്യോധന പക്ഷക്കാരനാക്കി പറഞ്ഞയക്കണം. ഇപ്പം വരണത് പാണ്ഡവപക്ഷീയനായിട്ടാണ്. ഇനി മടങ്ങിപ്പോകുമ്പോഴോ ദുര്യോധനപക്ഷീയൻ ധൃതരാഷ്ട്രപക്ഷീയനായി മടങ്ങിപ്പോണം എന്നാണ് അങ്ങയുടെ മനസ്സിലുള്ള വിചാരം. അനേന ചാപ്യുപായേന പാണ്ഡവേഭ്യോ ബിഭേത്സ്യസി. ഈ ഉപായം, ഈ തന്ത്രം മെനഞ്ഞുണ്ടാക്കി ദുര്യോധനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചിട്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താ? പാണ്ഡവന്മാരിൽ ഭേദമുണ്ടാക്കി തീർക്കുക. സാമദാന ഭേദദണ്ഡം എന്ന് 4 നീതി പറയുമല്ലോ. അവരുടെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി ആ 5 സഹോദരന്മാർ യുധിഷ്ഠിരൻ്റെ നേതൃത്വത്തിൽ ആ ചേട്ടൻ എന്ത് പറഞ്ഞാലും അതിന് വിധേയരാണ് ഞങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നു. പണയം വെച്ച് ഓരോരുത്തരെ ആയി കൊടുത്തു. ആ സമയത്ത് അങ്ങ് അവിടെ ഉണ്ടായിരുന്നില്ലേ? ബാക്കിയുള്ളവർ പറഞ്ഞിട്ടെങ്കിലും മനസ്സിലാക്കിയില്ലേ? മനസ്സിലാക്കിയ സമയത്ത് സഹോദരന്മാരെ പണയം വെക്കരുതറ, നിർത്തവിടെ എന്ന് പറഞ്ഞു. മഹാരാജാവിൻ്റെ ആജ്ഞാശക്തി അങ്ങേക്ക് ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? യുധിഷ്ഠിരൻ വന്ന് നമസ്കരിച്ച് അരുഞ്ഞ് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞാനും ഉപേക്ഷാബുദ്ധിയോടുകൂടിയിരുന്നു. മക്കളുടെ ബലാബലം അറിയാൻ വേണ്ടി മിണ്ടാതെ ഇരുന്നതാ. അനവധി ആൾക്കാർ വരുമ്പോൾ വന്നു എന്നുള്ളൊരു സന്തോഷം കാതുകൊണ്ടെങ്കിലും കേട്ട് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഉപേക്ഷാബുദ്ധിയോടുകൂടിയാണ് ചൂത് കളിപ്പിച്ചത് എന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? അപ്പം അങ്ങയുടെ അധികാരം ഇപ്പം മാത്രം രത്നം കൊടുക്കാനും സത്കരിക്കാനും മാത്രമാണോ? അന്ന് എന്തുകൊണ്ട് മിണ്ടിയില്ല? അന്ന് മിണ്ടാത്ത ആളാണോ ഇന്ന് മിണ്ടുന്നത് ശരിയെന്ന് ശരിയാണെന്ന് വിചാരിക്കാൻ മാത്രമുള്ള വിഡ്ഢിയാനല്ല ഈ വിതുരൻ. വിതുരന് കാര്യങ്ങൾ നല്ല പോലെ അറിയാം, അങ്ങ് മനസ്സിലാക്കണം. അങ്ങക്ക് ഒരു പക്ഷേ കണ്ണ് കാണുന്നില്ലായിരിക്കാം, പക്ഷേ നടക്കുന്ന സംഗതികൾ മുഴുവൻ പറഞ്ഞു തരാൻ ഇവിടെ ആളുണ്ടല്ലോ. കുരുസദസ്സിൽ നടന്ന കോലാഹലം അങ്ങ് അറിഞ്ഞില്ലേ? അവസാനം കഴുകൻ വന്ന് പറന്ന് കുറുക്കൻ ഓരിയിട്ടപ്പോൾ അതും ശബ്ദത്തിലൂടെ ബാക്കിയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴല്ലേ പേടിച്ചിട്ട് വിളിച്ചത്. അതുവരെ എന്തേ അത് നിർത്താത്തേ? അതിനു മുമ്പ് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ മുമ്പ് ആ സാഹസം നിർത്താൻ അങ്ങക്ക് സാധിക്കുമായിരുന്നുവല്ലോ. ദുശാസന മിണ്ടരുത്, വിട്. ദുര്യോധന നിർത്ത്, കളിക്കുണ്ട് ഒരവസാനം, സമ്മതിക്കില്ല എന്ന് പറയാൻ അങ്ങക്ക് സാധിച്ചോ? സാധിച്ചില്ല. എന്നിട്ട് ഇപ്പം പറയണു കൃഷ്ണനെ സത്കരിക്കുമെന്ന് പൂജിക്കുമെന്ന്. അർത്ഥേന തു മഹാബാഹും വാർഷ്ണേയം ത്വം ജിഹീർഷസി അനേന ചാപ്യുപായേന പാണ്ഡവേഭ്യോ ബിഭേത്സ്യസി. അവരിൽ ഭേദബുദ്ധി ഉണ്ടാക്കുക. ശത്രുക്കളിൽ സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന് 4 എണ്ണാണ്. അതിൽ ആ ഭേദം എന്ന് പറയുന്ന നയമാണ് അങ്ങ് പ്രയോഗിക്കുന്നത്. ന ച വിത്തേന ശക്യോസൗ നോദ്യമേന ന ഗർഹയാ അന്യോ ധനഞ്ജയാത് കർത്തും ഏതത്തത്വം ബ്രവീമിതേ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, കേട്ടോളൂ. ഈ കൃഷ്ണൻ ആരാന്നറിയോ? അർജുനൻ്റെ ഉറ്റ ബന്ധുവാ. ന ച വിത്തേന ശക്യോസൗ നോദ്യമേന ന ഗർഹയാ. എത്ര പണം കൊടുത്തും കൃഷ്ണ മനസ്സിനെ സ്വാധീനിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ധൃതരാഷ്ട്ര തെറ്റിദ്ധാരണയുടെ മുകളിൽ പടുത്തുയർത്തേണ്ട വലിയ ഒരു സൗധം, ജയസൗധം. ന ച വിത്തേന ശക്യോസൗ നോദ്യമേന ന ഗർഹയാ. എത്ര വേണമെങ്കിൽ പ്രയത്നിച്ചോളൂ, ഇനി നിന്ദിച്ചോളൂ, അവഹേളിച്ചോളൂ. അവഹേളനം കൊണ്ടോ പരിശ്രമം കൊണ്ടോ ധാരാളം പണവും സമ്പത്തും ആനുകൂല്യങ്ങളും കൊടുത്തതുകൊണ്ടോ അന്യോ ധനഞ്ജയാത് കർത്തും, ധനഞ്ജയനിൽ നിന്ന് അർജുനനിൽ നിന്ന് കൃഷ്ണനെ വേറെടുത്ത് നിർത്താൻ സാധിക്കില്ല. ഏതത്തത്വം ബ്രവീമിതേ. ഞാനിതാ ഉറച്ച് അങ്ങയോട് പറയുന്നു, ഇതൊരു തത്വമാണ്, ഇതൊരു നിഗമനമാണ്,
ഇതൊരു വസ്തുതയാണ്. അത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. അപ്പം ഇതെല്ലാം കൊടുത്ത് കൃഷ്ണനെ വശീകരിക്കാം, സ്വാധീനിക്കാം എന്നുള്ള വിചാരം ശരിയല്ല. നോക്കൂ, ആ ധർമ്മബോധം വരുത്തുകയാണ്. എന്താണ്? ന ച വിത്തേന ശക്യോസൗ നോദ്യമേന ന ഗർഹയ അന്യോ ധനഞ്ജയാത് കർത്തും ഏതത്തത്വം ബ്രവീമിതേ. ഇതിൽ നിന്ന് നിങ്ങളെല്ലാവരും പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങളുടെ മനസ്സിൽ ഒരു സത്പ്രേരണ വന്നാൽ ആ പ്രേരണയെ ഒരു വിധത്തിലുള്ള പ്രകോപനത്തിനോ അല്ല പ്രലോഭനത്തിനോ വിധേയമാക്കരുത്. നിങ്ങളുടെ മനസ്സിനെ കളങ്കമാക്കാൻ കെട്ടിയ ഭാര്യയ്ക്ക് അനുവാദം കൊടുക്കരുത്, കെട്ടിയ ഭർത്താവിന് അനുവാദം കൊടുക്കരുത്, മക്കൾക്ക് കൊടുക്കരുത്. മനസ്സിനെ കളങ്കം വരുത്തരുത്. നല്ല ഉപദേശം ആരുടെ അടുത്തു നിന്നും മേടിച്ചോളൂ. ചീത്ത ഉപദേശം ഒരൊറ്റ ആളുടെ അടുത്തു നിന്നും മേടിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണത്. എന്ത്? യുക്തിയുക്തം പ്രഗൃഹീയാത് ബാലാദപി വിചക്ഷണഃ അന്യച്ഛതൃണവത്യാജ്യം അപ്യുക്തം പത്മയോനിന. സത്യസന്ധമായി യുക്തിസഹമായി സതുദ്ദേശത്തോടുകൂടി ഉള്ളു തുറന്ന് ആരെന്ത് പറഞ്ഞാലും കുട്ടിയാണെങ്കിലും അത് കൈക്കൊള്ളണം. നേരെ മറിച്ച് അതിന് വിരോധമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും പുൽക്കൊടി പോലെ തള്ളിക്കളയണമെന്നാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ധർമ്മ പതാകയുടെ കീഴിലാണ്. ഭർത്താവും ഭാര്യയും ദാമ്പത്യ ജീവിതം നടത്തുന്നുണ്ടെങ്കിൽ അത് ധർമ്മയുക്തമാകണം. ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് ഭർത്താവ് ഒന്നും ചെയ്യാൻ പാടില്ല. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഭാര്യ ഒന്നും ചെയ്യരുത്. അവർക്കുണ്ടാവുന്ന കുട്ടികളെ അവർ വഞ്ചിക്കരുത്. ആ കുട്ടികൾക്ക് നന്മയെന്തോ ഭദ്രതയെന്തോ വളർച്ചയെന്തോ വികാസമെന്തോ അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ആ കുട്ടികളിൽ നിന്നൊന്നും ഒളിച്ചു വയ്ക്കരുത്. അച്ഛനമ്മമാരിൽ നിന്ന് കുട്ടികൾ ഒളിച്ചു വയ്ക്കരുത്. ധർമ്മം എന്ന് പറയുന്ന ഒരു ചരടുണ്ട്, കയറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ നാം പിടിച്ചു കെട്ടുന്നത്. ഇവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, മന്ത്രിസഭയുണ്ട്, ക്യാബിനറ്റുണ്ട്. ഇവരെല്ലാവരും പെരുമാറുന്നത് ധർമ്മയുക്തമായിരിക്കണം. ധർമ്മം എന്ന് പറയുന്നതാണ് നമ്മളെ എല്ലാവരെയും പിടിച്ചു നിർത്തുന്നത്. അത് തെറ്റിച്ചാൽ സർവ്വ ബാലൻസും പോയി. വലിയ കലാപവും കൊള്ളയുമായിരിക്കും ധർമ്മം തെറ്റിപ്പോയാൽ. ഇപ്പോഴും മനുഷ്യ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് നിയമങ്ങളല്ല. മനുഷ്യ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് മനസ്സാക്ഷിയാണ്. ആ മനസ്സാക്ഷി ഇന്ത്യയിൽ വളരെ വിശേഷപ്പെട്ട ഒരു മനസ്സാക്ഷിയാണ്. എന്ത് വന്നാലും നമ്മുടെ ജനങ്ങളത് സഹിക്കുന്നു. സഹനശക്തി അവർക്കുണ്ട്. അതാണ് നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, വിതുരൻ രാജധാനിയിലിരുന്ന് ധൃതരാഷ്ട്രൻ്റെ ചോറ് ഉണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ചോറ് എൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ ഉണ്ണുന്നു എന്നുള്ളത് ശരി, പക്ഷേ എൻ്റെ മനസ്സ് നിങ്ങളെപ്പോലെ ആകുന്നില്ല. ആ വിതുരൻ തുറന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുകയാണ് കുരുടന്. കാണാൻ പറ്റില്ലല്ലോ, ചെവിയിലൂടെ അല്ലേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അന്യത് കുംഭാദപാം പൂർണാത് അന്യത് പാദാവസേചനാത് അന്യത് കുശല സംപ്രശ്നാത് നൈശിഷ്യതി ജനാർദ്ദന. ഒരു ഭാഗത്ത് കൃഷ്ണൻ, ഒരു ഭാഗത്ത് ധൃതരാഷ്ട്രൻ, പിന്നെ ഒരു ഭാഗത്ത് ദുര്യോധനൻ, ഒരു ഭാഗത്ത് ഭീഷ്മൻ, പിന്നെ ഇതാ വിതുരൻ. ഇവർ 4-5 ആളെ നമ്മുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് ചിത്രീകരിക്കുന്നു. ക്യാരക്ടറൈസേഷൻ. ആര്? വ്യാസദേവൻ മഹാഭാരതത്തിലൂടെ. 4 പേരും പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യ മനസ്സിനെയാണ്. ആ മനസ്സ് ഏതെല്ലാം തരത്തിൽ കൊടുമ്പിരി കൊള്ളാം, അത് എങ്ങനെയൊക്കെ ദുഷിക്കാം. ആ ദുഷിപ്പിൻ്റെ ഇടയിൽ നല്ലവരെങ്ങനെ കഴിഞ്ഞുകൂടുന്നു വീർപ്പുമുട്ടോട് കൂടിയിട്ടാണെങ്കിലും ആ സത്യസ്വരം ഒരിക്കലും ഇവിടെ ഇല്ലാതെയായിട്ടില്ല. ആ രാജധാനിയിലുമുണ്ട് ഒരു വിതുരൻ നീതിവാക്ക് പറയാൻ. അപ്പം തക്ക സമയത്ത് ഉപദേശിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ദുര്യോധനും കൂട്ടരും നശിച്ചത് എന്ന് ഒരാളും പറയരുത്. എപ്പോഴുമുണ്ട് കൃഷ്ണമണിക്ക് കൺപോള പോലെ അവിടെ കാവൽക്കാരായിട്ടുള്ളവർ പറഞ്ഞു കൊടുക്കാൻ. അന്യത് കുംഭാദപാം പൂർണാത് അന്യത് പാദാവസേചനാത്. ഈ കൃഷ്ണന് നിങ്ങളുടെ സത്കാരം വേണ്ട, നിങ്ങളുടെ മണി വേണ്ട, നിങ്ങളുടെ സോഫ വേണ്ട, നിങ്ങളുടെ മണ്ഡപവും വിശ്രമസ്ഥലവും വേണ്ട, നിങ്ങളുടെ ഭക്ഷണവും ആവശ്യമില്ല. അദ്ദേഹത്തിന് ആവശ്യം എന്താ? സിമ്പിളായിട്ടുള്ള കാര്യം. അന്യത് കുംഭാത് അപാം പൂർണാത്. പൂർണ്ണ കുംഭസ്വീകരണം, അതാണ് ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ടത്. വൈദിക സ്വീകരണ. എന്താ ഈ പൂർണ്ണകുംഭം? ഒരു കുംഭം
സാധാരണ നിലയ്ക്ക് അത് പിച്ചള കൊണ്ടോ ചെമ്പ് കൊണ്ടോ ഉണ്ടാക്കിയ ഒരു കുംഭമായിരിക്കും, കലശം. അതിൽ വെള്ളം നിറയ്ക്കും. എന്താ ഈ വെള്ളത്തിന് വില? ഒരു വിലയുമില്ല. ആ കുംഭത്തിനെ നിങ്ങൾക്ക് അലങ്കരിക്കാം. എങ്ങനെയാ? സാധാരണ ഇവിടെയൊക്കെ പതിവ് നൂല് ചുറ്റിയിട്ടാണ്. ഒരു കുംഭത്തിൽ നൂല് ചുറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? അത് വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിയാൽ അഴിഞ്ഞു പോകും. അപ്പോൾ അഴിഞ്ഞു പോവാത്ത തരത്തിൽ ശ്രദ്ധയോടുകൂടി ചുറ്റാനായിട്ടൊരു വഴിയുണ്ട്. അത് പഠിച്ചവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. 4 മൂലയുള്ളതിലാണെങ്കിൽ നമുക്ക് നൂല് ചുറ്റാൻ പറ്റും. വട്ടത്തിലുള്ളത് എവിടെ ചുറ്റിയാലും ഉരുണ്ടു പോകുമല്ലോ, താഴത്തേക്ക് വഴിക്ക് വഴിയില്ലേ. അപ്പോൾ അതിൽ നൂല് കൊണ്ട് ചുറ്റി ഒരു നാളികേരമെടുത്ത് കുറച്ച് മാവിൻ്റെ ഇല ഒരു കൊത്തെടുത്ത് ആ കൊത്തിൻ്റെ ഇടയിൽ നാളികേരം വയ്ക്കുക. അതിൻ്റെ മുൻപിൽ അത് വെള്ളം ഒഴിച്ച് നിറയ്ക്കുക. എന്നിട്ടോ വേദമന്ത്രങ്ങൾ ചൊല്ലി ഒരാളെ സ്വീകരിക്കുക. പൂർണ്ണ കുംഭം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മനസ്സ് അതുപോലെ പൂർണ്ണമാവണം. സ്വീകരണം നൽകുന്നത് മനസ്സ് നിറഞ്ഞിട്ടാണ്. ഒരു കലവറിയില്ല. ഒരു കുംഭമെടുത്ത് അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് നിറയുമല്ലോ. അങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്നതുമാതിരി ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് സ്വീകരണത്തിൽ. ഒരു കളങ്കവുമില്ല. മാത്രമല്ല വെള്ളം മേപ്പെട്ട് ഇങ്ങനെ പൊന്തിയിരിക്കില്ല. അതുകൊണ്ടാണ് മാവിൻ്റെ ഇല വെച്ച് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. സാധാരണ പഴയ കാലത്ത് മാവിൻ്റെ ഇല കൂട്ടിയിട്ടാണല്ലോ നാവ് വടിക്കുക. പഴുത്ത മാവിൻ്റെ ഇല താഴത്ത് വീണത് നാവ് വടിക്കാൻ വളരെ വിശേഷമാണ്. അതുമാത്രമല്ല മുഖത്തിന് ശുദ്ധി ചെയ്യുന്നതാണ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് പല്ലിനും തൊണ്ണിനും ഒക്കെ വളരെ നല്ലതുമാണ്. മാമ്പഴം ഏറ്റവും വിശേഷപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക ഫലമാണത് മാമ്പഴം. അപ്പം അത് നമ്മളോട് ബന്ധപ്പെട്ടതാണ്. പരോപകാരപ്രദമാണ് ഈ മാവ്. മാവിന് നമ്മൾ വളടാറില്ല, വളപ്പിൽ മാവ് വയ്ക്കുകയുള്ളൂ. അത് തന്നെത്താനെ പ്രതിവർഷം കാച്ചുകൊണ്ടിരിക്കും. പരോപകാരായ ഫലന്തി വൃക്ഷാഹ. അങ്ങനെയുള്ള ഒരു മനസ്ഥിതി നമ്മൾ വളർത്തിയെടുക്കണം. അതിൽ പിന്നെ നാളികേരം വളരെ വിശേഷപ്പെട്ടത്. അത് നിറവിനെ സൂചിപ്പിക്കുന്നതാണ് ഇതൊക്കെ. അങ്ങനെയുള്ള ഒരു പൂർണ്ണ കുംഭം കൊടുത്ത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. അതിൽ നമുക്ക് ഒരു ചെലവുമില്ല. മണ്ഡപങ്ങളും അലങ്കാരങ്ങളും സ്വർണവും രത്നവും ഒന്നും അല്ലാതെ ഏതെങ്കിലും ഒരു പാത്രം പിച്ചളയോ ചെമ്പോ ഇല്ലെങ്കിൽ മൺപാത്രം ആയാലും വിരോധമില്ല. ആ കൊടുക്കുന്ന മനസ്ഥിതിയാണ്. നല്ല മന്ത്രങ്ങൾ, സ്വീകരണ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ, ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കാം. അങ്ങനെയാണ് പൂർണ്ണകുംഭം കൊടുക്കാറുള്ളത്. ആ പൂർണ്ണകുംഭം അതുപോലെ നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സോടുകൂടി വേണം ആൾക്കാരെ സ്വീകരിക്കാമെന്ന്. ആ മനോനിറവില്ലാതെ നമ്മൾ എന്ത് ദ്രവ്യം കാട്ടിക്കൂട്ടിയാലും കൊടുത്താലും ഒരു പ്രയോജനവുമില്ല. അന്യത് പാദാവസേചനാത്. വന്ന ആളെ തല കുമ്പിട്ട് കാല് കഴുകുക. ആ കാല് കഴുകുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്വീകാരം. വരുന്ന ആളെ നാം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നാം നമ്രശിരസ്കരായി നിൽക്കുന്നു. കാല് കഴുകാൻ വരെ തയ്യാറാണെന്ന്. നമ്മുടെ ദേവാലയങ്ങൾ, ദേവസന്നിധികളിൽ പോലും ബ്രാഹ്മണർക്ക് കാല് കഴുകി ചൂട്ടുക എന്ന് പറയുന്നത് ആ ദേവവിഗ്രഹത്തിന് ചൈതന്യം വരാൻ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. വളരെ വിശേഷപ്പെട്ടതാണ്. വന്നവരെയൊക്കെ കാല് കഴുകി അവർക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെ ആരെങ്കിലും ഒരാൾ വിളിച്ചു കാല് കഴുകിയാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? സ്വന്തം ഭാര്യയോ കുട്ടികളോ ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ്. അവർ നിങ്ങളെ കുളിപ്പിക്കുകയായിരിക്കാം, പക്ഷെ കാലാരും കഴുകില്ല. അത് കാല് കഴുകിയാൽ ഉടനെ നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ വരികയായി, ഓ ഈ ആളുടെ മനസ്ഥിതി വളരെ വിശേഷമാണ്. ഒരു നല്ല മനോഭാവം, പ്രതികരണമില്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ പാദാവസേചനം, ഒരു പൂർണ്ണ കുംഭം കൊണ്ടൊരു സത്കാരവും. അന്യത് കുശല സംപ്രശ്നാത്, നല്ല വാക്ക് പറയുക, സ്നേഹമസൃണമായി, ഭക്തിമസൃണമായി, സൗഹാർദ്ദപൂർണമായി സംസാരിക്കുക. ഇങ്ങനെയുള്ള 3 കാര്യേ അദ്ദേഹത്തിന് വേണ്ടൂ. നൈശിഷ്യതി ജനാർദ്ദന. ഇതല്ലാതെ ഒരു സാധനം, ഒരു തുരുമ്പ് പോലും ഈ കൃഷ്ണൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആവശ്യപ്പെടില്ല. അപ്പം അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ബഹുമാനം, ആദരവ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരുക്കം, ഇതൊക്കെയാണ് വേണ്ടത്. അത് ഗുണമൂല്യങ്ങളാണ്, അല്ലാതെ ദ്രവ്യപ്രദർശനമല്ല, പ്രധാനമല്ല. അന്യത് കുംഭാദപാം പൂർണാത്, അന്യത് പാദാവസേചനാത്, അന്യത് കുശല സംപ്രശ്നാത് നൈശിഷ്യതി ജനാർദ്ദന. ആശംസമാനഃ കല്യാണം കുരൂൻ അഭ്യേതി കേശവഃ. ഏനൈവ രാജന്നർത്ഥേന തദേവ ആസ്മാ ഉപാഗുരു. ആശംസമാനഃ കല്യാണം കുരൂൻ അഭ്യേതി കേശവഃ. അദ്ദേഹം ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അങ്ങയുടെ പുത്രന്മാരും അപ്പുറത്ത് പാണ്ഡുവിൻ്റെ പുത്രന്മാരും ഒരേ ഹസ്തിനാപുരത്തിൽ ജനിച്ചു വളർന്നവരാണ്. ഭീഷ്മ പിതാമഹനാണ് കുട്ടികളെ വളർത്തി കൊണ്ടുവന്നത്. അവരുടെ ചൊൽപ്പടിക്കാണ് എല്ലാവരും നടന്നിരിക്കുന്നത്.
അങ്ങക്ക് കണ്ണ് കാണില്ലല്ലോ. ഗാന്ധാരി കണ്ണും കെട്ടി, പാണ്ഡു ആണെങ്കിൽ പോയി. അപ്പോൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു നാഥനായിട്ടുള്ള ഇവിടെ ഭീഷ്മൻ മാത്രമേ ഉള്ളൂ. ആ ഭീഷ്മൻ്റെ ശിക്ഷണത്തിലും ലാളിത്യത്തിലാണ് അവരെല്ലാവരും വളർന്നു വന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവർ സഹോദരന്മാരാണ്. ജനിച്ചത് മാത്രം അച്ഛനമ്മമാരൊന്നും മാറിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആ ഒരു ബന്ധം കണക്കിലെടുത്തുകൊണ്ട് കൃഷ്ണൻ രണ്ടുപേർക്കും ഒരുപോലെ തുല്യ ബന്ധുവാണ്. ആശംസമാന കല്യാണം കുരൂൻ അഭ്യേദി കേശവ. കേശവൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ കുരുവംശത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ നന്മ വേണം, കല്യാണം വേണം, മംഗളം വേണം എന്ന് വിചാരിച്ച് ആ മംഗളം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് വരുന്നത്. കുട്ടികൾ തമ്മിലുള്ള കശപിശയും കലഹവും മാറ്റി യുദ്ധം ഒഴിവാക്കി രണ്ടുപേരും സഹിഷ്ണുതയോടും സഹവർത്തിത്വത്തോടും സർവോപരി സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തിലാണ് അദ്ദേഹം വരുന്നത്. ഏനൈവ രാജന്നർത്ഥേന തദേവാസ്മൈ ഉപാഗുരു. അദ്ദേഹം വരുന്ന ഉദ്ദേശം എന്തോ, ലക്ഷ്യമെന്തോ, ആ ലക്ഷ്യം സുഗമമാക്കാൻ പറ്റിയ തരത്തിൽ നിങ്ങൾക്ക് പെരുമാറാൻ ആദരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഉപഹാരം. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ഇതേമാതിരി ഒരു ചർച്ച, ഒരപഗ്രഥനം നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയാണ് കാണുക? ഒന്ന് പറഞ്ഞു തരും. അത് കാവ്യരൂപത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് പാടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സുഖമാണ്. കാവ്യമാണെങ്കിൽ ഓർമ്മ വയ്ക്കാൻ പറ്റും, ഗദ്യമാണെങ്കിൽ ഒരൊറ്റ എണ്ണം ഓർമ്മ വയ്ക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയുണ്ടായി, പഴയ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഒരാൾ ബുദ്ധിശാലിയാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി കാണാപ്പാടം പഠിക്കാൻ പുറപ്പെട്ട് എല്ലോ എമ്മോ ആകുമ്പോഴേക്കും ആൾക്ക് ഭ്രാന്ത് വന്നു. പക്ഷേ കാവ്യം പഠിച്ചിട്ട് അങ്ങനെ ഭ്രാന്ത് വന്നവരാരുമില്ല. കാവ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഒഴുക്കാണത്. ഒരു ഭാഗത്ത് അറിവ്, മറുഭാഗത്ത് ഹൃദയം. അപ്പം ഭാവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒരു വലിയ ഒരു സംയോഗമാണ്, ഒരു യോഗമാണത്. ആ കാവ്യത്തിൽ എഴുതി വച്ചിരിക്കുക, ആശംസമാന കല്യാണം കുരൂൻ അഭ്യേദി കേശവ ഏനൈവ രാജന്നർത്ഥേന തദേവാസ്മൈ ഉപാഗുരു. ആ ഉദ്ദേശം സഫലമാക്കാനും സുഗമമാക്കാനും പറ്റിയ തരത്തിലുള്ള ഒരു പ്രതികരണം, സ്വീകരണം നൽകുന്നതാണ് ശരി. ശമമിച്ഛതി ദാശാർഹ തവ ദുര്യോധനസ്യ ച പാണ്ഡവാനാം ച രാജേന്ദ്ര തദസ്യ വചനം ഗുരു. ധൃതരാഷ്ട്ര മഹാരാജാവേ, എനിക്ക് പറയാനുള്ളത് ഇതാണ്. ശമമിച്ഛതി ദാശാർഹ തവ ദുര്യോധനസ്യ ച. കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്, അഭിലഷിക്കുന്നത് എന്താ? തവ ദുര്യോധനസ്യ ച, അങ്ങയുടെയും അങ്ങയുടെ പുത്രൻ ദുര്യോധനൻ്റെയും ശമമാണ് ദാശാർഹൻ ഇച്ഛിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപദ്രവമില്ലാതെ, സ്പർദ്ധയില്ലാതെ, എതിർക്കാൻ ആരുമില്ലാതെ സൗമ്യതയിലും സൗഹാർദ്ദതയിലും ജീവിക്കാനും സന്തോഷം അനുഭവിക്കാനും സാധിക്കണം. പാണ്ഡവാനാം ച രാജേന്ദ്ര, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ പാണ്ഡവന്മാരും ജീവിക്കണം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭേദഭാവമില്ല. എങ്ങനെ പാണ്ഡവന്മാരോ അങ്ങനെ കൗരവന്മാർ ഇപ്പുറത്തുള്ളവരും. അപ്പോൾ അങ്ങയ്ക്കും സുഖം വേണം, ദുര്യോധനും സുഖമുണ്ടാവണം, പാണ്ഡവന്മാർക്കും സുഖമുണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. ആ വരുന്നതിന് തദസ്യ വചനം ഗുരു. ആ നിർദ്ദേശം, ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൃഷ്ണൻ എന്ത് പറയാൻ പോകുന്നുവോ ആ വാക്യം, ആ ഉപദേശം, ആ അഭ്യർത്ഥനയാണെങ്കിൽ അഭ്യർത്ഥന, നിർദ്ദേശമാണെങ്കിൽ നിർദ്ദേശം, സന്ദേശമാണെങ്കിൽ അത് അതേപടിക്ക് കേട്ട് അനുസരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അനുസരിക്കാൻ അങ്ങയ്ക്കുള്ള പ്രേരണ എന്താണെന്നറിയാമോ? പിതാസി രാജൻ പുത്രാസ്തേ വൃദ്ധസ്ത്വം ശിശവ പരേ വർത്തസ്വ പിതൃവത്തേഷു വർത്തന്തേ തേ ഹി പുത്രവത്. പിതാസി രാജൻ പുത്രാസ്തേ വൃദ്ധസ്ത്വം ശിശവ പരേ. പിതാസി രാജൻ പുത്രാസ്തേ, അങ്ങ് പിതാവാണ്. പാണ്ഡു മരിച്ചുപോയി കഴിഞ്ഞു, വല്യച്ഛനാണ് അങ്ങ്. ആ കുട്ടികൾ 5 പേരും അങ്ങേ വല്യച്ഛൻ എന്ന് പറഞ്ഞ് മഹാരാജാവ് എന്ന് പറഞ്ഞ് തന്നെയാണ് കാണുന്നത്. അവർക്ക് വേറെ അച്ഛനില്ല. അപ്പോൾ അങ്ങയ്ക്ക് ദുര്യോധനാദികളെ സംബന്ധിച്ചും പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഒരേമാതിരി പിതാവാണ്. പുത്രാസ്തേ, ഇരുപുറത്തുമുള്ളവർ ഒരേപോലെ പുത്രന്മാരാണ്. വൃദ്ധസ്ത്വം ശിശവ പരേ, അങ്ങ് വൃദ്ധനാണെങ്കിൽ അവർ ശിശുക്കളാണ്. ഈ ബന്ധം അങ്ങ് വിട്ടുപോകരുത്. ആരുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്? വൃദ്ധനാണ് അങ്ങ്, അവരൊക്കെ ശിശുക്കളാണ്. ആ ശിശുക്കൾക്കൊരു ദോഷം ഒരു വൃദ്ധനായിട്ടുള്ള പിതാവും ഇച്ഛിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്.
അപ്പം അങ്ങയുടെ ചിന്താഗതിയിൽ ദുര്യോധനൻ്റെ നന്മയ്ക്കും ഭദ്രതയ്ക്കും മുൻതൂക്കം, അപ്പുറത്തുള്ളതിനോ പിൻതൂക്കവും. അങ്ങനെ ആവരുത്. ഒരു കണ്ണ് വെണ്ണ, ഒരു കണ്ണ് ചുണ്ണാമ്പ്, അങ്ങനെയുള്ള ഒരു നയം അങ്ങക്ക് പാടില്ല. പിതാസി രാജൻ പുത്രാസ്തേ വൃദ്ധസ്ത്വം ശിശവ പരേ വർത്തസ്വ പിതൃവത്തേഷു വർത്തന്തേ തേഹി പുത്രവത്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ പിതാവായി അങ്ങ് പെരുമാറൂ. ചിന്തിക്കൂ, ഭാവന ചെയ്യൂ, ആലോചിക്കൂ. എന്ത് വേണമെങ്കിലും രണ്ടു കൂട്ടരും എൻ്റെ മക്കളാണെന്ന്. ഗീതയിലെ ആദ്യത്തെ ശ്ലോകം എന്താ? മാമകാഹ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. പാണ്ഡവന്മാരെ പറയുമ്പോൾ എൻ്റെ പുത്രന്മാരല്ല, പാണ്ഡവന്മാരാ. ദുര്യോധനാദികളോ എൻ്റെ പുത്രന്മാരാ. അവരുടെ പേര് മുമ്പ് പറഞ്ഞ് മറ്റത് പാണ്ഡുവിൻ്റെ പുത്രന്മാർ. രണ്ടാളും എന്ത് ചെയ്തു? അപ്പം അങ്ങയുടെ ഈ വ്യത്യാസ ബുദ്ധി ഉണ്ടല്ലോ, ഭേദബുദ്ധി, അത് എല്ലാ ദിക്കിലും പ്രകടമാകണു മഹാരാജാവേ. ഇതാണ് ഈ കുരുവംശത്തിന് അനർത്ഥ കാരണം, വേറെ ഒന്നുമല്ല. വർത്തസ്വ പിതൃവത്തേഷു വർത്തന്തേ തേഹി പുത്രവത്. രണ്ടു കൂട്ടർക്കും അച്ഛനായി അങ്ങ് പെരുമാറൂ. ചിന്തിക്കൂ. അങ്ങയുടെ മനസ്സ് ഒരു നവീകരണം നടക്കട്ടെ, ഇതിൽ ഒരു പുതുമ ഉണ്ടാവട്ടെ. ആ ഉള്ളിലുള്ള കഴുമ്പും കുഴമ്പും ഒക്കെ അങ്ങോട്ട് കളഞ്ഞ് തുരുമ്പൊക്കെ കളഞ്ഞ് ഒന്ന് വെടുപ്പാക്കി നല്ലപോലെ ഇരുകൂട്ടരും എൻ്റെ പുത്രന്മാരാണെന്ന് വിചാരിക്കൂ. അങ്ങ് അച്ഛനായിത്തീരൂ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇതാണ് അവിടെ പറഞ്ഞത് വിതുരൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്ത് ഇതേമാതിരി വിതുരൻ ഉണ്ടാവണം. 5 ആളുള്ളൊരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സത്യവും ധർമ്മവും മര്യാദയും പറയാൻ സാധിക്കണം. അച്ഛനിൽ എന്തെങ്കിലും കളവംശങ്ങൾ കണ്ടാൽ കുട്ടികളത് കണ്ട് കളവ് പെരുക്കി അനുഷ്ഠിക്കുകയല്ല വേണ്ടത്. എവിടെ നോക്കിയാലും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ദേശു എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പടി നഷ്ട കട്ട് കൊണ്ടുപോയി. അത് ആരൊക്കെയാണ് കട്ട് കൊണ്ടുപോകണേ? തിരഞ്ഞെടുത്തവരൊക്കെ കൊണ്ടുപോകും. ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. ഇപ്പോൾ അത് പ്രൈവറ്റ് കമ്പനികളായി മാറ്റിയിരിക്കുക. ഇതിനെന്താ അർത്ഥം? ഭരണം അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഒരു കൃഷിയും നമുക്കിവിടെ നടത്താൻ പറ്റില്ല എന്ന്. എന്താ അതിനർത്ഥം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഇത്ര മോശമാണോ? ഈ മഹാഭാരതവും ഈ രാമായണവും ഒക്കെ നമ്മൾ പാടി പുകഴ്ത്തുന്നവരാണ്. പക്ഷേ എല്ലാവരും ചെയ്യണില്ല. അതാണ് നമ്മുടെ വിഷമം. ഇങ്ങനെയുള്ള ഒരു രാജ്യം എങ്ങനെ നിലനിൽക്കും? കാണാം. ഇതിനൊക്കെ ആവുമ്പോൾ ജനങ്ങൾക്ക് വയ്യാതെ ആവുമ്പോഴാണ് വലിയൊരു വിപ്ലവം ഉണ്ടാകുന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതുമാതിരി ഒരു റെവല്യൂഷൻ. നമ്മുടെ ഒരു വിശേഷത എന്താ? രക്തച്ചൊരിച്ചിലില്ലാതെ നാം സ്വാതന്ത്ര്യം നേടി എന്നുള്ളതാണ്. പലരും പറയുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നിലനിൽക്കാത്തതെന്ന്. നമ്മൾ അതിന് വേണ്ട പ്രൈസ് വില കൊടുത്തിട്ടില്ല എന്ന്. എളുപ്പത്തിൽ കിട്ടി നമുക്ക്, പാടിയിട്ടും മൂളിയിട്ടും മുദ്രാവാക്യം മുഴക്കിയിട്ടും. അങ്ങനെ പറയരുത്. മഹാത്മാഗാന്ധി എത്ര തവണ ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത എന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലും പ്രവൃത്തിയിലും എല്ലാറ്റിലും ഉണ്ടായിരുന്നു. അങ്ങനെ ചില തപസ്വികളുടെ സാന്നിധ്യത്തിലും അവരുടെ സഹവാസത്തിലും നേതൃത്വത്തിലുമാണ് നാം നേടിയിരിക്കുന്നത്. എന്നിട്ടൊരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഒരൊറ്റ തപസ്വിയെ വിളിച്ച് എന്താന്ന് ചോദിക്കാൻ ആരും തയ്യാറായില്ല. നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ഭരണഘടനയിൽ എന്തായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം? ആ ആദ്യത്തെ തിരക്കിൽ സത്യമേവ ജയതേ എന്ന് മാത്രം തിരഞ്ഞെടുത്തു. ബാക്കിയുള്ളതൊക്കെ അസത്യ. ആ മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ സത്യം പറയാൻ. എന്താ? ഞങ്ങളൊക്കെ ഈ രാജ്യത്തിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചത് ഞങ്ങൾ പുണ്യമായി കണക്കാക്കുന്നു. മാത്രമല്ല ഇവിടെ തന്നെ കിടന്ന് ശരീരം പോണം എന്ന് വിചാരിക്കുന്നവരാ. നമ്മുടെ 29-ാം തീയതി നടക്കാൻ പോകുന്ന വിഷ്ണു സഹസ്രനാമ വിശ്വമഹായജ്ഞ മഹോത്സവം ഉണ്ടല്ലോ, അതിനുവേണ്ടി 7 സമുദ്രങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവരണമെന്ന നമ്മുടെ സങ്കല്പം. വസുദൈവ കുടുംബകം. ഈ ഭൂമിയെ ചുറ്റി നിൽക്കുന്നത് വെള്ളമാണ്, സമുദ്രമാണ്, ലവണജലമാണ്. അതാണ് ഈ ഭൂമിയിലെ അന്തരീക്ഷം നിലനിർത്തുന്നത്. ഇവിടെ വരുന്ന സർവ്വ വിഷങ്കലർപ്പും എല്ലാം തന്നെ നേരെയായി വരുന്നതിന് കാര്യമായിട്ടൊരു പങ്ക് വഹിക്കുന്നത് സമുദ്രത്തിലെ ആ ലവണജലമാണ്. അത് ആർട്ടിക്, അന്റാർട്ടിക്, സൗത്ത് നോർത്ത് അറ്റ്ലാന്റിക്, സൗത്ത് നോർത്ത് പസഫിക്, ഇന്ത്യൻ സമുദ്രം. ഇത് 7 എണ്ണമാണ് സപ്തസമുദ്രം. ഇതിൽ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുവരിക, 7 നദികളിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവരിക, 7 മുക്തിസ്ഥാനങ്ങളിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവരിക. ബദരിയിലെ ബ്രഹ്മകപാലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്.
ഗംഗാജലം കൊണ്ടുവന്ന് 10,000 കുടുംബങ്ങൾക്ക് വെച്ച് സൂക്ഷിക്കാൻ. അതെന്താ നമ്മളത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം? നമ്മുടെ മാതൃഭൂമിയോട്, ഇവിടെയുള്ള പവിത്ര നദികളോട് നമുക്കുള്ള പ്രതിബദ്ധത, ആഭിമുഖ്യം. അച്ഛനമ്മമാരേക്കാൾ കൂറാണ് നമുക്ക് മാതൃഭൂമിയോടും നമ്മുടെ പർവ്വതങ്ങളോടും നമ്മുടെ നദികളോടും നമ്മുടെ അന്തരീക്ഷത്തോടും. കാറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, സൂര്യരശ്മി കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അഗ്നി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വെള്ളവും മണ്ണേ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എല്ലാ ദിക്കിലും ഉള്ളതാണ്. അതൊക്കെ കൊണ്ടുവന്ന് 27 നക്ഷത്രങ്ങളുടെ പേരിൽ 27 വൃക്ഷം വെച്ച് അശ്വത്ഥം നട്ട് ഇങ്ങനെ എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ ഒരു പതക്കവും കുടുംബങ്ങളിൽ എത്തിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. എന്താ ഞങ്ങളിത് ചെയ്യുന്നത്? രാജ്യത്തിനോടുള്ള ഭക്തി. ഞാനിതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞതുമാതിരി ഉത്തരാഖണ്ഡത്തിൽ ആ ഉത്തരാഖണ്ഡം ദർശിക്കാൻ പലരും പോകുന്നുണ്ട്. അപ്പോൾ ആ സംസ്ഥാനത്തിന് മാത്രമല്ല അതിൽ ചുമതലയുള്ളത്, നമുക്ക് എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തമുണ്ട്. പലരും ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് യാത്രികൾക്ക് ഒരു കോട്ടവും ഒരു കുറവും കൂടാതെ ആ യാത്ര സുഭഗമാക്കാൻ, സുരക്ഷിതമാക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രവർത്തിക്കേണ്ടതാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ അതിന് കാവലിൽ നിൽക്കണം. ഇത് രണ്ടും നടന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ തകരാറ്. ഇതിലധികം കശയായിട്ട് എന്താ വേണ്ടതുള്ളത്? ഇതൊക്കെ നമ്മുടെ കൂറിൻ്റെ കുറവാണ്. ഇങ്ങനെയുള്ള പാട്ട് നിങ്ങൾക്ക് എവിടെയാ കേൾക്കുക? മഹാഭാരതം ഏത് പേജ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. അതിൽ ധർമ്മമൂല്യങ്ങളാണ് ചർച്ച നടത്തുന്നത്. ഭാര്യാഭർത്താക്കന്മാർ സംസാരിക്കുമ്പോൾ, അച്ഛനമ്മമാർ സംസാരിക്കുമ്പോൾ, പിതാക്കളും കുട്ടികളും സംസാരിക്കുമ്പോൾ, സഹോദരന്മാർ സംസാരിക്കുമ്പോൾ, കൂടെ ജീവിക്കുന്ന സുഹൃത്ത് സംസാരിക്കുമ്പോൾ ഓരോരുത്തരും പറയുന്ന വാക്കാണ്. ഇവിടെ ആരൊക്കെയുണ്ട്? ഭീഷ്മ പിതാമഹൻ, ധൃതരാഷ്ട്രൻ, ദുര്യോധനൻ. 3 കൂട്ടരാണ് ഇവിടെ, 3 തലമുറയാണ്. അവർ തമ്മിലുള്ള സംസാരമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിലൊക്കെ നമുക്ക് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള മൂല്യങ്ങളാണ്. മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള കലവറകൾ മുഴുവൻ അഴിഞ്ഞു ഉലർന്ന് അങ്ങോട്ട് പോവും. അവിടെയുള്ള ചെലന്തിക്കൂടൊക്കെ ഇല്ലാതെ അങ്ങോട്ട് ആവും. ആ ഭാരിച്ച മനസ്സ് കനം കുറഞ്ഞ മെലിഞ്ഞ മനസ്സാവും. ഇടുങ്ങിയ മനസ്സ് വിശാലം വിസ്തൃത മനസ്സാവും. അത്യുദാത്തമായി തീരും. പിതാസി രാജൻ പുത്രാസ്തേ വൃദ്ധസ്ത്വം ശിശവപ്പരേ വർത്തസ്വ പിതൃഭക്തേഷു വർത്തന്തേ തേഹി പുത്രവത്. ഈ കുട്ടികളെ പിരിച്ചു കാണുന്നതാണ് ധൃതരാഷ്ട്ര മഹാരാജാവേ അങ്ങയ്ക്കുള്ള വിഷമം. ദുര്യോധനൻ മാത്രം എൻ്റെ പുത്രൻ, ബാക്കിയുള്ളവരൊക്കെയോ വല്ലവരുടെയും പുത്രൻ. പാണ്ഡു സഹോദരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അപ്പം അവൻ എന്നോട് ഒന്നും മിണ്ടില്ല. മിണ്ടാനായിട്ട് പിന്നെ കുട്ടികളാ, അവർക്ക് എന്നോട് ബഹുമാനാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ മിണ്ടില്ല. ദുര്യോധനൻ മാത്രമേ എൻ്റെ അടുത്ത് പിടിവാശി പിടിച്ച് ഓരോന്നും സമ്മതിപ്പിക്കാൻ പുറപ്പെടുള്ളൂ. അവരകന്നാ ജീവിക്കണത്. ഈ ഒരൊറ്റ തകരാറാണ് അങ്ങയ്ക്കുള്ള കുഴപ്പം. ഇപ്പം എന്തായി? ഭീഷ്മൻ കേട്ടിട്ട് ശരിയെന്ന് പറഞ്ഞു, സമ്മതിച്ചു. വിതുരൻ ഒരു നിരൂപണം എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തി സംസാരിച്ചു. ഇതൊക്കെ കേട്ടിട്ട് മകൻ അവിടെ ഇരുന്ന് പറയാൻ പോവാണ്. ആര്? ദുര്യോധനൻ. എന്താ പറയണേ? ദേശക്കാലസ്തഥായുക്തോ നഹിനാർഹതി കേശവഃ മംസ്യത്യഥോക്ഷജോ രാജൻ ഭയാത് അർച്ചതി മാമിതി. അച്ഛാ മഹാരാജാവേ, അങ്ങ് പറയണത് ഞാൻ കേട്ടു. അതിൻ്റെ അപ്പുറത്ത് വിതുരൻ എന്ന് പറയുന്ന അച്ഛൻ്റെ സഹോദരൻ, പിതൃസഹോദരൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാനൊരു പുതിയ തലമുറയാണ്, നിങ്ങളൊക്കെ അല്പം പ്രായം ചെന്നവരാ. ഞങ്ങളാണിപ്പോൾ വാസ്തവത്തിൽ ജീവിക്കുന്നത്. ആ ജീവിത സരണിയിൽ മധ്യത്തിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോളൂ. ഞാനും പ്രായപൂർത്തി വന്നിട്ടുള്ളൊരു മകനാണ്. എനിക്ക് സഹോദരന്മാരെന്ന് പറയാൻ ഒരു സഹോദരി അടക്കം 100 ആളുണ്ട്. അപ്പോൾ എന്നെ നിങ്ങൾ നിസ്സാരാക്കി തള്ളിക്കളയാൻ പറ്റില്ല. എനിക്കും ഉണ്ട് ചില അഭിപ്രായം, കേട്ടോളൂ. ദേശഃ കാലസ്തഥായുക്തോ നഹിനാർഹതി കേശവഃ. നല്ലത് കൊടുക്കണം, രത്നങ്ങൾ കൊടുക്കണം, ഇഷ്ടമുള്ളത് കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ. അതിൽ എനിക്ക് മറുപടി പറയാനുള്ളത്, നമ്മളിപ്പോൾ ജീവിക്കുന്ന സ്ഥിതിവിശേഷം നിങ്ങൾ കണക്കിലെടുക്കണം. പല സംഭവങ്ങളും ഇവിടെ നടന്നു. എന്തൊക്കെയാണ് നടന്നത്? ചൂതുകളി വളരെ പ്രധാനം. യുധിഷ്ഠിരൻ്റെ സഭാഗൃഹം മയം നിർമ്മിച്ചത് ഞാൻ പോയി കണ്ടു. ആ കണ്ടിട്ട് ആസ്വദിക്കുന്നതിന് പകരം എനിക്ക് കിട്ടിയത് അപമാനമാണ്. അതിൻ്റെ സ്മരണ സഹിക്കാൻ വയ്യ. സർവ്വദിക്കലും ഞാൻ അബദ്ധം ചെയ്തു.
അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ നടന്നു? ചൂതുകളി നടന്നു. ആ ചൂതുകളിയിൽ ദുശ്ശാസനാണ് വസ്ത്രം പിടിച്ചു വലിച്ചത്. തലമുടിയും കടന്ന് പിടിച്ചു, വസ്ത്രവും പിടിച്ചു വലിച്ചു. ആ ഒരു സംഭവം ഈ ദ്രൗപദി മറക്കാൻ പോകുന്നുണ്ടോ എപ്പോഴെങ്കിലും? നമ്മളൊക്കെ സഹോദരന്മാരാ ഞങ്ങൾ. പക്ഷേ ദ്രൗപദി പരകുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീയാണ്. അതുകൊണ്ടാണ് ദുശ്ശാസനൻ പിടിച്ചു വലിച്ചത്. ആ വലിച്ച സംഭവം നടന്നതിൻ്റെ നന്മതിന്മ അവിടെ ഇരിക്കട്ടെ, ധർമാധർമ്മം അത് നടന്നുല്ലോ. ആ നടന്നതിൻ്റെ പേരിൽ ആ ദ്രൗപദി നമ്മെ എപ്പോഴെങ്കിലും മാപ്പ് തരുമോ? തരില്ല. അത് കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടായത്? അവർ കാട്ടുപോയി. ഞാനത് കാണാൻ ചെന്നു അവർ കഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് ഗന്ധർവന്മാർ വന്ന് യുദ്ധം ചെയ്തത്. കർണൻ ഒരു ഭാഗത്ത് ഗംഭീരനാണ്, നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. എൻ്റെ അസ്ത്രങ്ങൾക്ക് വിലയില്ലാതെയായി, ഉണ്ണിപ്പിണ്ടി പോലെയായി നമ്മുടെ അസ്ത്രം. കർണൻ്റെ അസ്ത്രം പഞ്ഞുനൂല് പോലെയായി, രണ്ടെണ്ണത്തിനും വിലയില്ല. അവസാനം ഞങ്ങളെ രക്ഷിച്ചത് ആരാ? ഞാൻ തന്നെ മുറവിളി കൂട്ടി, യുധിഷ്ഠിര യുധിഷ്ഠിര എന്ന് വിളിച്ചു. അർജുന, ഭീമ, നകുല, സഹദേവ എന്ന് പറഞ്ഞ് വിളിച്ചു. സഹായിക്കിൻ സഹായിക്കിൻ സഹായിക്കിൻ, ദാ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു, കീഴടക്കപ്പെട്ടു എന്ന് പറഞ്ഞ്. അവസാനം യുധിഷ്ഠിരൻ്റെ ഔദാര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അർജുനൻ അങ്ങോട്ട് വന്നപ്പോൾ ഈ ഗന്ധർവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനർത്ഥം എന്താ? ഞങ്ങളുടെയും നമ്മുടെ അമ്മാമൻ ശകുനിയുടെയും എല്ലാവരുടെയും ശക്തിയൊക്കെ കൂട്ടിച്ചേർത്ത് പരിശ്രമിച്ചിട്ടും ഗന്ധർവന്മാരോട് നേരിടാൻ പറ്റിയില്ല. അവരെയാണ് അർജുനൻ നേരിട്ടത് ഒറ്റയ്ക്ക്. എന്താ അതിനർത്ഥം? ഈ നാണക്കേടും അപമാനവും അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇരുന്നാൽ ഇതെങ്ങനെ ശരിയാവുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവസാനം അവരെ പറഞ്ഞയച്ചു. അവർ 13 കൊല്ലം കഴിഞ്ഞു, ദാ തിരിച്ചു വന്നിരിക്കുന്നു. അവരുള്ളിടത്തോളം കാലം സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ വസ്തുതകളൊക്കെ കണക്കിലെടുക്കണം. കണക്കിലെടുത്തിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന കേശവന് ഒരു സത്കാരവും നമ്മൾ ചെയ്യരുതെന്ന്. നാർഹതി അങ്ങനെ ഒരു സ്ഥിതിയല്ല നമ്മുടെ മുൻപിൽ. കീഴ്ക്കട കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വയ്ക്കണം. നമുക്കിവിടെ ആവശ്യം എന്താ? അവർ ഒട്ടാകെ നശിച്ചു പോകണം. നമ്മുടെ പക്ഷം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മംസ്യത്യഥോക്ഷജോ രാജൻ ഭയാത് അർച്ചതിമാമിതി. നമ്മൾ എങ്ങാനും ഇങ്ങനെയുള്ള സത്കാരമോ ബഹുമാനമോ ആദരവോ കൊടുത്താൽ ഈ അധോക്ഷജൻ കൃഷ്ണനുണ്ടല്ലോ, എല്ലാവരുടെ മനസ്സും നല്ല പോലെ അറിയാൻ പറ്റിയ ഒരാളാണ്. ആ കൃഷ്ണൻ എന്താ വിചാരിക്കുക? അവർ പേടിച്ചിട്ടാണ്, എന്നെ പേടിച്ചിട്ടാണ് അവർ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നതെന്നാണ് വിചാരിക്കുക. അങ്ങനെ അവർ പേടിച്ചു കഴിയാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ സത്കാരം നമ്മുടെ ഭയത്തിൻ്റെയും വെപ്രാളത്തിൻ്റെയും ഒരു സൂചനയും സന്ദേശവുമാവും കൊടുക്കുക. അത് ശരിയല്ല. നതു തസ്മൈ പ്രദേയം സ്യാത് തഥാ കാര്യഗതി പ്രഭോ വിഗ്രഹ സമുപാരബ്ധോ നഹി ശാമ്യത്യവിഗ്രഹാത്. നോക്കൂ, ഓരോരുത്തർക്കും ഉണ്ടോ ഓരോന്ന് പറയാൻ. വിതുരൻ വിതുരൻ്റെ ഭാഗം പറഞ്ഞു, ധൃതരാഷ്ട്രൻ ധൃതരാഷ്ട്രൻ്റെ ഭാഗം പറഞ്ഞു, ഇപ്പൊ ദുര്യോധനൻ്റെ ഭാഗം പറയാണ്. അതിനുണ്ട് മൂപ്പർക്ക് ന്യായം. അപ്പം മനുഷ്യൻ്റെ മനസ്സിൻ്റെ മുൻപിൽ, ബുദ്ധിയുടെ മുൻപിൽ ബഹുമുഖമാണ് യുക്തികളും തത്വങ്ങളും ആലോചനകളും. അങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഉടമസ്ഥനായി അതിന് അടിമയായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദുര്യോധനൻ പറയുന്നു, നതു തസ്മൈ പ്രദേയം സ്യാത് തഥാ കാര്യഗതി പ്രഭോ. ഇപ്പോഴത്തെ സ്ഥിതിയും കാര്യഗതിയും എങ്ങനെയാ? ഒന്നും കൊടുക്കരുത് കൃഷ്ണന്. വിഗ്രഹ സമുപാരബ്ധോ. ഒരു ഭാഗത്ത് ഞാൻ, ഒരു ഭാഗത്ത് യുധിഷ്ഠിരാദികൾ. ഇവർ രണ്ടുപേരും തമ്മിൽ മുഴുത്ത കലഹം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഈ കലഹം കലഹിച്ചിരിക്കുന്ന സമയത്ത് നഹിശാമ്യത്യ അവിഗ്രഹാത്. കലഹമില്ലാത്ത ഒരു നയം കൊണ്ട് ഈ കലഹം തീരാൻ പോണില്ല. സാധാരണ എന്താ ചെയ്യുക? നമ്മുടെ രാജ്യത്ത് ചാണക്യൻ പോലും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചാണക്യൻ പോലും ചന്ദ്രഗുപ്തനെ കൊണ്ട് ഒരു വിദേശ സ്ത്രീയെ കല്യാണം കഴിപ്പിച്ചു യുദ്ധാനന്തരം. ചില കുടുംബങ്ങളൊക്കെ ഉണ്ട്, അനവധി തലമുറകളായി കലഹിച്ച് നിൽക്കുന്നതാണ്. എത്ര കാലം കലഹിക്കാൻ പറ്റും? അവരുടെ കലഹം തീരണമെങ്കിൽ അന്യോന്യം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ, അപ്പോൾ യോജിച്ചു കഴിയും. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് കലഹം തീരാനുള്ള ഒരു വഴി സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്, വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. അതാണ് അതിനുള്ള വഴിയെന്ന്. അത് വളരെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. ഇവിടെ ദുര്യോധനൻ പറയണത് നേരെ മറിച്ചാണ്.
വിഗ്രഹ സമുപാരബ്ധോ നഹിഷാമ്യത്യവിഗ്രഹാത്. കലഹം, മുഴുത്ത കലഹം തുടങ്ങിക്കഴിഞ്ഞില്ലേ? ഈ കലഹം, ആ കലഹം കൊണ്ട് ഇനി മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു വിധത്തിലുള്ള സത്കാരവും കൃഷ്ണന് കൊടുക്കണ്ട. എങ്ങനെയെങ്കിലും വന്ന ആളെ പറഞ്ഞയക്കുക. ഭീഷ്മൻ ധൃതരാഷ്ട്രോട് പറയാ, സത്കൃതോ അസത്കൃതോ വാപി ന ക്രുധ്യേത ജനാർദ്ദന നാലമേനം അവജ്ഞാതും നാവജ്ഞേയോ ഹി കേശവ. സത്കൃതോ അസത്കൃതോ വാപി ന ക്രുധ്യേത ജനാർദ്ദന നാലം ഏനം അവജ്ഞാതും നാവജ്ഞേയോ ഹി കേശവ. ഭീഷ്മ പിതാമഹൻ ദുര്യോധൻ്റെ ഈ അങ്ങേ അറ്റത്തെ അൺകോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ്, വളരെ പുച്ഛമായിട്ടുള്ളതും വളരെ ധിക്കരിച്ചുകൊണ്ടുള്ള ഈ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം പറയാണ്, സത്കൃതോ അസത്കൃതോ വാപി ന ക്രുധ്യേത ജനാർദ്ദന. നിങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിനെ സത്കരിച്ചാൽ, അല്ല സത്കരിച്ചില്ല, നേരെ മറിച്ച് അനാദരിച്ചു എന്നിരിക്കട്ടെ, ജനാർദ്ദന് അതിൽ കോപം വരാൻ പോണില്ല. ഒരു കോപവും വരില്ല. അദ്ദേഹം സ്വതന്ത്രനാണ്, പരിപൂർണനാണ്. ഈ ലോകത്തിൽ നിന്ന് ഒന്നും കിട്ടേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആപ്തകാമനായിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട വ്യക്തിയാണ്, വരിഷ്ഠനാണ്, സ്ഥിതപ്രജ്ഞനാണ്, മഹാത്മാവാണ്. അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണൻ്റെ മനസ്സിൽ നിങ്ങളുടെ സത്കാരമോ അസത്കാരമോ ഒരു തരത്തിൽ ഒരു പ്രഭയോ ഒരു പോറലോ ഏൽപ്പിക്കാൻ പോണില്ല. നാലമേനമവജ്ഞാതും നാവജ്ഞേയോ ഹി കേശവ. പക്ഷേ വരുന്ന ആളുടെ നിലയും വിലയും കണക്കിലെടുത്തുകൊണ്ട് ഒരു തരത്തിലുള്ള അവജ്ഞയും അവഹേളനവും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവരുത്. അത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ എന്തു കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് അവജ്ഞ അദ്ദേഹത്തിനോട് കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് നമ്മൾ പാടില്ല. വരുന്നത് ഒരു രാജധാനിക്കാണ്. അത് മാത്രമല്ല, അവരുടെ വലിയച്ഛനാണ് ഇവിടെ പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിലാണ് ഇവിടെ സർവ്വകാര്യങ്ങളും നടക്കുന്നത്. ആ വലിയച്ഛന് പോലും പിതൃസ്ഥാനമുള്ള ഞങ്ങളെപ്പോലെയുള്ളവരും ഇവിടെയുണ്ട്. ആ സ്ഥലത്ത് കൃഷ്ണൻ എഴുന്നള്ളുന്ന സമയത്ത് ഒരു അനീതിയോ ഒരക്രമമോ ഒരനാദരവോ ഒരു കാലത്തും ഒരു പൊടി പോലും ഒരംശം പോലും ഉണ്ടാവരുത്. ധർമ്മ്യം അർത്ഥ്യം ച ധർമാത്മാ ധ്രുവം വക്താ ജനാർദ്ദന തസ്മിൻ വാച്യാഹ പ്രിയാവാചോ ഭവതാ ബാന്ധവൈ സഹ. കൃഷ്ണൻ വന്നാൽ സംസാരിക്കാൻ പോണത് എന്താ? നമ്മളിവിടെ കേട്ടത് എന്താ? യാത്ര ഞങ്ങൾ പുറപ്പെടുമ്പോഴേക്കും മഹർഷിമാരുടെ ഒരു പട അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വൃന്ദം. ഉടനെ കൃഷ്ണൻ ഇറങ്ങിയപ്പോൾ നിങ്ങളെല്ലാവരും കൂടി മഹീതലത്തിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പോവാണ് ഹസ്തിനാപുരത്തിലേക്ക് ദൂത് പറയാൻ. അവിടെ അനവധി രാജാക്കന്മാരും മഹാത്മാക്കളുണ്ട്, ഭീഷ്മ പിതാമഹനുണ്ട്, വിദുരനുണ്ട്, ദ്രോണനുണ്ട്, കൃപനുണ്ട്, സർവ്വ ആൾക്കാരും സന്നിഹിതരായിരിക്കും. അവരുടെ എല്ലാവരുടെയും ഇടയിൽ ഞങ്ങൾക്ക് ആദരവുള്ള കൃഷ്ണൻ, കൃഷ്ണപരമാത്മാവ് ചെന്നിരിക്കണത് ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ട്. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. അപ്പം അത് കാണണം എന്നുള്ള അഭിലാഷം ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല, കൃഷ്ണ അങ്ങ് എങ്ങനെയാണ് അങ്ങയുടെ ദൗത്യം അവതരിപ്പിക്കുന്നത്? പാണ്ഡവന്മാർ 5 പേരേ ഉള്ളൂ. അതിൽ യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങ് ദൂതുവാഹനായിട്ട് പോകുന്നത്. അവരോട് എങ്ങനെ സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, അങ്ങ് ഉപയോഗിക്കുന്ന പദം, അതിലെ യുക്തി, അതിലെ ഭാവം, ഇതെല്ലാം കണ്ണും കയ്യും അനക്കവും കലാശവും ഒക്കെ ഞങ്ങൾക്ക് കാണണമെന്നുണ്ട്. അത് കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണേന്നാണ് അവർ പറഞ്ഞത്. എന്താ അതിനർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ധർമ്മ്യം അർത്ഥ്യം ച ധർമാത്മാ. കൃഷ്ണൻ പറയുന്ന വാക്കെല്ലാം തന്നെ ധർമ്മ്യമായിരിക്കും. അത് മാത്രമല്ല, അതനുസരിച്ചാലേ ജീവിതത്തിലെ പരമപ്രയോജനം, അർത്ഥമെന്തോ ലക്ഷ്യമെന്തോ അത് നേടാനും പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ധർമാത്മാവാണ് കൃഷ്ണൻ. ധ്രുവം വക്താ ജനാർദ്ദന. അദ്ദേഹം പറയുന്നത് വളരെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന ധർമ്മവാക്കുകളേ പറയുള്ളൂ. അദ്ദേഹം വരുന്ന സമയത്ത് ആ ഒരാളെ സ്വീകരിക്കാനും അദ്ദേഹത്തോട് പെരുമാറാനും കൂടി നമ്മൾ എന്തു വേണം? തസ്മിൻ വാച്യാഹ പ്രിയാവാചഃ ഭവതാ ബാന്ധവൈഃ സഹ. ധൃതരാഷ്ട്ര, അങ്ങും മഹാരാജാവേ, ദുര്യോധനും എല്ലാവരും തന്നെ ആ കൃഷ്ണൻ വരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ് പറയേണ്ടത്. ആർക്കിഷ്ടപ്പെട്ടത്? കൃഷ്ണൻ ഇഷ്ടപ്പെട്ടത്, നമ്മളും ഇഷ്ടപ്പെടുന്ന വാക്കുകൾ. വാചോ ഭവതാ ബാന്ധവൈഃ സഹ.
ധൃതരാഷ്ട്രൻ പറയുന്നതും ബന്ധുബാന്ധവന്മാരെല്ലാവരും പറയുന്നതും 2-3 സ്വരത്തിലോ ഉദ്ദേശത്തിലോ ആയാൽ പറ്റില്ല. ഒരേ മാതിരിയുള്ള ഒരു സ്വീകരണവും മനസ്സ് അഴിഞ്ഞിട്ടുള്ള ഒരു പെരുമാറ്റവും നന്മയുമായിരിക്കണം നമ്മൾ കാഴ്ചവെക്കുന്നതാണ്. ധർമ്മ്യമർത്ഥ്യം ച ധർമാത്മാ ധ്രുവം വക്താ ജനാർദ്ദന തസ്മിൻ വാച്യാഹ പ്രിയാവാചോ ഭവതാ ബാന്ധവൈഃ സഹ. ഹസ്തിനപുരത്തിലെ സിംഹാസനം, അതിൻ്റെ ഭദ്രത, ആ രാജ്യത്തിൻ്റെ പ്രജകളുടെ എല്ലാ വിധത്തിലുള്ള യോഗക്ഷേമങ്ങളും ഇതെല്ലാം പരിപാലിക്കുന്നതിൽ ഭീഷ്മ പിതാമഹൻ വ്രതബദ്ധനാണ്, പ്രതിജ്ഞാബദ്ധനാണ്. അതിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചര്യം അച്ഛന് ശന്തനുവിന് ആ മത്സ്യഗന്ധിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടതും അതിന് മീതെയും എന്നുള്ള നിലയ്ക്ക് ഞാൻ കല്യാണം കഴിക്കില്ല, ബ്രഹ്മചാരിയാണ് എന്ന് വരെ പ്രതിജ്ഞ ചെയ്തു. വലിയ ഒരു തപസ്വിയാണ് ഭീഷ്മൻ. വളരെ പ്രാജ്ഞനാണ്, അസ്ത്രശസ്ത്ര വിദ്യയിൽ നിപുണനാണ്, പാരംഗതനാണ്. അങ്ങനെയൊക്കെയുള്ള ഭീഷ്മൻ ചെറുപ്പകാലം മുതൽക്ക് ഈ ദുര്യോധനെ അടക്കം പാണ്ഡവന്മാരെ അടക്കം ഒരുമിച്ച് വളർത്തി കൊണ്ടുവന്ന് നല്ലപോലെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ള ഭീഷ്മനാണ്. ആ ഭീഷ്മനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൃഷ്ണൻ വരുന്നു എന്ന് കേട്ട് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഭീഷ്മൻ പറഞ്ഞത് ആരോടാ? ധൃതരാഷ്ട്രനെ നോക്കി ധൃതരാഷ്ട്രനോടാണ് പറഞ്ഞത്. എന്താ കാരണം? ധൃതരാഷ്ട്രനാണല്ലോ അവിടെ മഹാരാജാവ്. ദുര്യോധന് പരമാവധി ഒരു യുവരാജാവിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ നിശ്ചയിക്കാൻ ധൃതരാഷ്ട്രനാണ്. അപ്പം അദ്ദേഹം ഇപ്പോഴും പറയണത് എന്താ? കൃഷ്ണൻ വന്നു, എങ്ങാനും കൃഷ്ണനോട് അപമര്യാദയായി വല്ലതും പെരുമാറുകയോ പറയുകയോ ചെയ്താൽ കുരുവംശം മുഴുവനും മുടിഞ്ഞു പോവും. അങ്ങനെ ഒരു അങ്ങനെ മുടിഞ്ഞു പോകാതെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പിതാമഹൻ സമയോചിതമായിട്ടുള്ള ഉപദേശം നൽകിയത്. ആരും മിണ്ടാതെ ഇരുന്നിട്ടില്ല. സമയത്ത് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ദുഷ്ടന്മാരുടെ ദുഷ്ടബുദ്ധി മാറുമോ, അതിൽ മാറ്റം വരുമോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്ര ദുഷ്ടന്മാരാ ലോകത്തിൽ മാറിയിരിക്കണേ? നെപ്പോളിയൻ മാറിയോ? ഹിറ്റ്ലർ മാറിയോ? അവിടുന്ന് അങ്ങോട്ടുള്ളവർ മാറിയോ? മാറാത്തവരല്ലേ ഇവിടെ കൂടുതൽ. അവർ മാറിയാൽ അതൊരു വഞ്ചനയായി പോവും. അവരുടെ തത്വസംഹിതയും വിശ്വാസ പ്രമാണവുമാണ് അവർ പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാർ ചിലപ്പോൾ പാർട്ടിയൊക്കെ മാറാറുണ്ട്. ഇപ്പം മുഴുത്ത ഇടതുപക്ഷക്കാർ ഒരു ദിവസം പെട്ടെന്ന് വലതുപക്ഷമായിട്ട് അങ്ങോട്ട് മാറും. ഇന്നേ വരെ ഇടതുപക്ഷം പ്ലാറ്റ്ഫോമിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നവർ വലതുപക്ഷക്കാരാവും. അതുമാതിരി മറിച്ചും ആവാൻ വിരോധമില്ല, അങ്ങനെ ആവാറുണ്ട്. അപ്പോൾ അതുപോലെയല്ല, ഒരു വ്യക്തിക്ക് ധർമ്മത്തിനോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, സത്യത്തിനോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അത് മാറാൻ ഒരു വലിയ വിഷമാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു നേരെ വാ നേരെ പോ, ഋജുത്വം എന്ന് പറയുന്ന വിശേഷപ്പെട്ട ഒരു ഗുണമുണ്ട്. ആ ഗുണമുള്ളവരാരും തൻ്റെ നിലപാട് പെട്ടെന്ന് മാറില്ല. സ്ഥാനമോ മാനമോ ഉപേക്ഷിച്ചാലും വിരോധമില്ല. അപ്പം കൃഷ്ണൻ വരാൻ പോണു, അപകടം നമ്മുടെ ഭാഗത്തു നിന്ന് പിണയരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭീഷ്മൻ സമയോചിതമായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നചുരുക്കം എന്താ? കൃഷ്ണൻ വരുന്ന സമയത്ത് അദ്ദേഹം ധർമ്മവും അർത്ഥവും മോക്ഷവും എല്ലാം തന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ധർമാത്മാവാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ഇവിടെ വരുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്, നമുക്കൊരു മാർഗദർശനമാണ്. വരാൻ പോകുന്ന വിപത്തിനെ ഒഴിവാക്കാനുള്ള ശാന്തി സന്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അപ്പം അദ്ദേഹത്തിന് വേണ്ടതുപോലെ സത്കരിച്ച് ബഹുമാനിച്ച് ഒരു വിധത്തിലുള്ള അപമര്യാദയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതെ വേണ്ടതുപോലെ നമ്മൾ മടക്കി പറഞ്ഞയക്കണം. അപകടം എങ്ങാനും വന്നാലോ വലിയ അപകടമായി പോകും. അത് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തസ്മിൻ വാച്യാ പ്രിയാവാചോ ഭവതാ ബാന്ധവൈ സഹ. ധൃതരാഷ്ട്ര, അങ്ങ് മഹാരാജാവാണ്, വേണ്ടപ്പെട്ടവരോടൊക്കെ കണിശമായിട്ട് ഉപദേശിച്ചോളൂ. എല്ലാവരെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ച് നമ്മുടെ കാര്യവും പാണ്ഡവന്മാരുടെ കാര്യവുമൊക്കെ നേടത്തക്ക വിധത്തിൽ സംസാരിച്ച് ആതിഥേയത്വം നൽകി പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടു. ദുര്യോധന് സഹിച്ചില്ല. ദുര്യോധൻ അവിടെ നിന്ന് പറയാൻ പുറപ്പെടുകയാണ്. ന പര്യായോസ്തി യദ്രാജൻ ശ്രിയം നിഷ്കേവലാമഹം തൈസ്സഹേ മാം ഉപാശ്നീയാം യാവജ്ജീവം പിതാമഹ. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ എന്താണ് തോന്നുക? ഈ പാണ്ഡവന്മാരോടുകൂടി, യുധിഷ്ഠിരാദികളോടുകൂടി, ഭീമനോടുകൂടി, അർജുനനോടുകൂടി, നകുല സഹദേവന്മാരോടുകൂടി കഴിഞ്ഞുകൂടണം ഞാൻ.
നമുക്കുള്ളതൊക്കെ പങ്കുവെച്ച് അവരും നമ്മളും തുല്യ അധികാരമുള്ളവരാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് മന്ദഹസിച്ചുകൊണ്ട് കൈപിടിച്ച് കുലുക്കി അങ്ങനെ ഒരുമയൊക്കെ ആയിട്ട് ജീവിക്കണം എന്നാണല്ലോ നിങ്ങൾ പറയണത്. ഈ ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ലേ അല്ല. ഞാൻ ഈ പറയുന്നതിൽ ഒരു കടുകിട മാറ്റം വരില്ല. ഇതിന് പകരം വേറെ ഒന്ന്, ഇങ്ങനെയല്ല മറ്റൊന്ന് എന്നുള്ള വാക്കൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട. ന പര്യായോസ്തി, ഇതിൽ സ്വല്പമെങ്കിലും മാറ്റം വരില്ല. യദ്രാജൻ ശ്രിയം നിഷ്കേവലാമഹം, അവരോടുകൂടി ഈ സുഖഭോഗങ്ങൾ രാജഭോഗങ്ങൾ അനുഭവിക്കുക, സിംഹാസനം പങ്കിടുക, അധികാരം പങ്കിടുക, ഇത് ഒരിക്കലും സാധിക്കില്ല. എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കില്ല. ഇന്നും ഇന്നലെയല്ല എൻ്റെ മനസ്സ് വ്രണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സഭാഗൃഹത്തിൽ ചെന്ന് പല വിഡിത്തങ്ങളും ഞാൻ കാണിച്ചു. അത് കണ്ട് ചിരിച്ചവരുണ്ട്. അന്ന് മുതൽക്ക് കത്തുന്ന തീയിൽ എണ്ണ ഒഴിച്ച മാതിരിയാണ്. അത് കഴിഞ്ഞ് കാട്ടിൽ ചെന്ന് അവർ കഷ്ടപ്പെടുന്നത് കാണാൻ പോയി ഞാൻ. അപ്പോഴോ ഗന്ധർവന്മാരാ ഞങ്ങളെ നേരിട്ടത്. കർണൻ്റെ വീര്യം അവിടെ വിലപ്പോയില്ല. ഞാനും ശകുനിയും എല്ലാവരും കൂടി പടപൊരുതി, ഒരു പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ നിഷ്പ്രയാസം അർജുനൻ വന്ന് ആകാശം മുഴുവനും ശരം കൊണ്ട് മൂടി. ചിത്രസേനാണ് വന്ന് അവധി പറഞ്ഞ് അടിയറ വച്ച് അവസാനം എന്തായി? യുധിഷ്ഠിരൻ ഞങ്ങളെ മോചിപ്പിക്കേണ്ടി വന്നു. ഇത്രയും അപമാനം സഹിച്ചതിന് ശേഷം ഈ ശത്രുക്കളുടെ കൂടെ സഹവർത്തിത്വത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, അച്ഛാ മഹാരാജാവേ, ഈ പുത്രനത് സാധ്യമല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിൽ സന്ധി പറഞ്ഞാൽ ജീവൻ അവസാനിക്കുന്നത് വരെ ഈ സുഖഭോഗാനുഭവം അവരോട് കൂടിയേ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹോദര്യത്തിന് എൻ്റെ മനസ്സ് വഴങ്ങില്ല, എനിക്ക് സാധ്യമല്ല. എൻ്റെ വ്രണപ്പെട്ട വികാരങ്ങൾ ഒരിക്കലും അത് അനുവദിക്കുന്നതല്ല, സാധിക്കില്ല.